Okay. Hello friends, Cbse Standard and Mathematics Lesson 1 Real Numbers Part 3 Revisiting Irrational Numbers. A number S is called an irrational number if it cannot be written in the form P by Q, where P and Q are integers and Q not equal to 0. Now that the examples are root 2, root 3, pi, decimal, recurring decimals, etc. are the examples of irrational numbers. Then we pass on to theorem 1.3. Let P be a prime number. If P divides A square, then P divides A, where A is a positive integer. ഏത് പ്രൈം നമ്പർ കൊണ്ടും ഒരു സ്ക്വയർ നമ്പറിനെ ഡിവൈഡ് ചെയ്യുമെങ്കിൽ അതിൻ്റെ സ്ക്വയർ റൂട്ടിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നാണ് ഈ തിയറം പറയുന്നത്. ലെറ്റ് പി ബി എ പ്രൈം നമ്പർ ഇഫ് പി ഡിവൈഡ്സ് എ സ്ക്വയർ ദെൻ പി ഡിവൈഡ്സ് എ വേർ എ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. 9 ഒരു സ്ക്വയറാണ്, 3 സ്ക്വയറാണ് 9. 9 പി കൊണ്ട് ഡിവൈഡ് ചെയ്യാമെങ്കിൽ 3യും പി കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്നാണ് തിയറം പറയുന്നത്. വി ആർ നൗ റെഡി ടു ഗീവ് എ പ്രൂഫ് ഓഫ് റൂട്ട് 2 ഈസ് ഇറാഷണൽ. എൻ്റെ ഒരു പ്രൂഫ് നോക്കാം. Next theorem 1.4, root 2 is irrational. Let us assume to the contrary that root 2 is rational. നമ്മൾ assume ചെയ്യുക root 2 rational ആണ്. നമ്മൾ rational ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് P by Q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് root 2നെ അങ്ങനെ എക്സ്പ്രസ് ചെയ്യാമല്ലോ. So we can find an integers x and y not equal to 0 such that root 2 equal to x by y. x by ഫോമിൽ എഴുതാൻ പറ്റുന്നതിനെയാണ് റാഷണൽ എന്ന് പറയുക. x by ഫോമിൽ എഴുതാൻ പറ്റാത്തതിനെ ഇറാഷണൽ. നമ്മൾ അസ്യൂം ചെയ്യുവാണ് റൂട്ട് 2 റാഷണൽ ആണെന്ന്. അതുകൊണ്ടാണ് റൂട്ട് 2 ഈക്വൽ ടു എക്സ് ബൈ വൈ എന്ന് എഴുതിയത്. ഇനി സപ്പോസ് എക്സ് ആൻഡ് വൈ ഹാവ് എ കോമൺ ഫാക്ടർ അതർ ദാൻ 1. അതിന് കട്ട് ചെയ്യാവുന്ന ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. അത് കട്ട് ചെയ്ത് നമ്മൾ സിംപ്ലസ് ഫോമിലേക്ക് മാറ്റാമല്ലോ. ദെൻ വി ഡിവൈഡ് ബൈ ദ കോമൺ ഫാക്ടർ ടു ഗെറ്റ് റൂട്ട് 2 ഈക്വൽ ടു എ ബൈ ബി വെയർ എ ആൻഡ് ബി ആർ കോപ്രൈം. കോമൺ ഫാക്ടർ ഇല്ലാത്തൊരു പൊസിഷനിലേക്ക് എക്സ് വൈയെ കട്ട് ചെയ്ത് എ ബൈ ബി ഫോമിലേക്ക് മാറ്റി. ഇനി നമ്മളത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ബി ലെഫ്റ്റിലേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ബി റൂട്ട് 2 ഈക്വൽ ടു എ. Then squaring on both sides, b root 2 the whole square equal to a square, that is 2b square equal to a square. Therefore this means that 2 is a factor of a square. That 2 divides a square, but now by theorem 1.3 it follows that 2 divides a also. So we can write a equal to 2z for some integers. a 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2ൻ്റെ മൾട്ടിപ്പിൾ ആയിട്ട് എഴുതാമല്ലോ. ഇപ്പം 8നെ 2 കൊണ്ട് ഡിവിസിബിളാണ് 2 into 4 എന്ന് എഴുതാം. 10നെ 2ൻ്റെ ഡിവിസിബിളാണ് 2 into 5 എന്ന് എഴുതാം. അതുപോലെ എ 2 കൊണ്ട് ഡിവിസിബിളാണ് നമുക്ക് 2z എന്ന് എഴുതാം, എക്സ്പ്രസ് ചെയ്യാൻ പറ്റും ഫോർ സം ഇൻറ്റിജർ c. ദെൻ സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. 2b സ്ക്വയർ ഇക്വൽ ടു 4c സ്ക്വയർ അല്ലേ. 2b സ്ക്വയർ ഇക്വൽ ടു എ സ്ക്വയർ ആണ്. എ സ്ക്വയറിന് 2z എന്നൊരു വാല്യൂ കൊടുത്താൽ എ സ്ക്വയർ ഈസ് 2z ദ ഹോൾ സ്ക്വയർ. അത് എത്ര വരും? 4c സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് ബി സ്ക്വയർ ഇക്വൽ ടു 2c സ്ക്വയർ. രണ്ട് സൈഡിലും 2 ക്യാൻസൽ ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? ബി സ്ക്വയർ ഇക്വൽ ടു 2c സ്ക്വയർ. ഇതിൻ്റെ അർത്ഥം ബി എയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാമെന്നല്ലേ. ദിസ് മീൻസ് ദാറ്റ് 2 ഡിവൈഡ്സ് ബി സ്ക്വയർ ആൻഡ് സോ 2 ഡിവൈഡ്സ് ബി. തിയറം 1.3. therefore a and b have at least 2 as a common factor അല്ലേ. എയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞു, ബിയും 2 കൊണ്ട് ഡിവൈഡ്. അപ്പോൾ രണ്ടിനും ഒരു കോമൺ ഫാക്ടർ 2 ഉണ്ടെന്ന് പറയുന്നുണ്ട്. ദിസ് കോൺട്രാഡിക്ട് ദ ഫാക്ട് ദാറ്റ് എ ആൻഡ് ബി ഹാവ് നോ കോമൺ ഫാക്ടർ അതർ ദാൻ 1. സോ വി കൺക്ലൂഡ് ദാറ്റ് റൂട്ട് 2 ഈസ് ഇറാഷണൽ. Similarly, we can prove that root 3, root 5, root 7 are irrational. ഇതേ മെത്തേഡ് എടുത്ത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. എഴുതി നോക്കുക. ഇനി ഒരു പ്രോബ്ലം ചെയ്യാം. ഷോ ദാറ്റ് 6 മൈനസ് റൂട്ട് 2 ഈസ് ഇറാഷണൽ. റൂട്ട് 2 ഇറാഷണൽ ആണെന്ന് നമ്മൾ പറഞ്ഞു. 6 മൈനസ് റൂട്ട് 2 ഇറാഷണൽ ആണെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ ലെറ്റ് us assume the contrary, 6 മൈനസ് റൂട്ട് 2 ഈസ് റാഷണൽ. അതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? പി ബൈ ക്യൂ ഫോമിൽ എഴുതാം. 6 മൈനസ് റൂട്ട് 2 ഈക്വൽ ടു എ ബൈ ബി. therefore 6 minus a by b equal to root 2. അത് LCM എടുത്താൽ നമുക്ക് എന്ത് വരും? root 2 equal to 6b minus a whole divided by b എന്ന് വരും അല്ലേ. Since a and b are integers, we get 6b minus a by b is rational. റാഷണൽ ആണെങ്കിൽ എന്തായിരിക്കും? റൂട്ട് അപ്പോൾ റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് റാഷണൽ ആയിരിക്കും. റൈറ്റ് സൈഡ് ഒരിക്കലും ഇൻറ്റിജേഴ്സിൻ്റെ ഫ്രാക്ഷൻ വരുന്ന ഒരിക്കലും ഇറാഷണൽ ആവത്തില്ല. അപ്പം റൂട്ട് 2 ഇറാഷണൽ എന്നാണ് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തത്. ഇത് രണ്ടും കൂടെ നമുക്ക് കോൺട്രഡിക്റ്റ് ചെയ്യും. റൂട്ട് ഇറാഷണലും 6b മൈനസ് എ ബൈ ബി റാഷണലും ആണെന്ന് വന്നു കഴിഞ്ഞാൽ ഇത് കോൺട്രഡിക്ഷൻ ഇസ് അസംഷൻ. ബട്ട് ദിസ് കോൺട്രഡിക്ട്സ് ദ ഫാക്ട് ദാറ്റ് റൂട്ട് 2 ഈസ് ഇറാഷണൽ. സോ വി കൺക്ലൂഡ് ദാറ്റ് 6 മൈനസ് റൂട്ട് 2 ഈസ് ഇറാഷണൽ. അപ്പോൾ എന്തായിരിക്കും? രണ്ട് സൈഡും ഇറാഷണൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. സോ എക്സസൈസ് 1.3. താങ്ക് യു.